Hello guys, welcome back to Ni's Kitchen. അപ്പോൾ ഇന്നുകൊണ്ടിരിക്കുന്ന റെസിപ്പി സ്പൈസി ബ്രെഡ് ഓംലെറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഓനിയൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാരറ്റ് ആണ്. അപ്പോൾ ഇതുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും പിന്നെ ഒരു ചില്ലി കട്ട് ചെയ്തതും ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 3 മുട്ടയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്പൈസി ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ഓയിലിലേക്ക് ഇടാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് മുട്ട ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ബ്രെഡും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പൈസി ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.